നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ ഈ ശുശ്രൂഷ വേളയിലുണ്ട്. സർവോപരി നിന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ആത്മീയ ശക്തിയാൽ നിങ്ങൾ എല്ലാവരും നിറയപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? എളിമയോടെ, ഭയഭക്തി ബഹുമാനത്തോടെ ഈ തിരുവചനത്തെ സ്വീകരിക്കുക. കാരണം പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അധരങ്ങളിലൂടെ ഈ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇല്ലാമിയെന്ന സകലത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് ഈ അണ്ടകടാകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ തിരുഹിതമാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം ഇവിടെ പ്രഘോഷിക്കുന്നതിന് ഒരു കാരണം നിങ്ങളെല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, നിങ്ങളൊക്കെ ദൈവത്തിന്റെ മുന്നിൽ വിലപ്പെട്ടവരാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്. ആ ഉറപ്പ് ആദ്യമേ ഉണ്ടായത് ആർക്കാണ്? സർവശക്തനായ ദൈവത്തിന്. അതുകൊണ്ടാണ് ആ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾക്ക് അടിമപ്പെട്ട് ലോകസുഖത്തിലേക്ക് വഴിപോയ ഓരോ മനുഷ്യനെയും നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ആ ദൈവിക സംവിധാനമാണ് മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തു. അതെ പ്രിയപ്പെട്ടവരെ, അവനിലൂടെ മാത്രമാണ് മനുഷ്യന് രക്ഷ എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ചരിത്രം വെളിപ്പെടുത്തുന്ന, സാക്ഷ്യം നൽകുന്ന സത്യം. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഓരോ മനുഷ്യനും വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക സംവിധാനമാണ് യേശു ക്രിസ്തു. ഏക രക്ഷാകരമായ അവസ്ഥയാണ് യേശു ക്രിസ്തു. അതേ പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ വചനമായിരുന്നവൻ മനുഷ്യനായി പിറന്നുകൊണ്ട് ഇതാ സകല ജനങ്ങൾക്കും ആശ്വാസം നൽകുവാൻ, സമാധാനം നൽകുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്തവനായ ദൈവം അന്നും ഇന്നും